ഹലോ കൂട്ടുകാരെ, ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് പയറില തോരനാണ്. അപ്പോൾ നമുക്ക് ഞായറാഴ്ചയൊക്കെ ഒഴിവുണ്ടാകുമ്പോൾ ഇങ്ങനെ ഞാൻ ഗ്രോ ബാഗിൽ തന്നെ നട്ട് പിടിപ്പിച്ചേക്കുന്നതാണ് പയർ. അതിനനുസരിച്ച് പയർ അധികം ഉണ്ടാവുന്നില്ല. ഈ ചൂട് സമയമല്ലേ, എത്ര വെള്ളം ഒഴിച്ചാലും അതങ്ങനെ. പക്ഷേ ഇലകൾ നന്നായി നല്ല തളിരിലകളായിട്ടൊക്കെ നന്നായി നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് വെച്ചൊരു തോരൻ വയ്ക്കാമെന്ന് വെച്ചു. കുറച്ചൊക്കെ അല്ലേ വേണ്ടൂ. നല്ല പോഷകസമൃദ്ധമായ ഇലകളല്ലേ, നമ്മുടെ വീട്ടിലത്തെ തന്നെ വിഷാംശങ്ങളില്ലാത്ത ഇലകൾ. അപ്പോൾ ഞാനങ്ങനെ ചെയ്യാറുണ്ട്. മുരിങ്ങയുടെ ആയാലും പയറിൻ്റെ ആയാലും ഒക്കെ ഇലകൾ ഇടയ്ക്കൊക്കെ വയ്ക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ ഒന്ന് രണ്ടാൾ തന്നെ കൂട്ടുള്ളൂ. മോനൊന്നും തീരെ കഴിക്കാൻ കൂട്ടാക്കില്ല. രണ്ടും അതെ, മുരിങ്ങയുടെ ഇലയും ചീരയുടെയും പയറിൻ്റെ ഒന്നും കൂട്ടാക്കില്ല. അപ്പോൾ പറഞ്ഞ് തോറ്റ കാര്യങ്ങളാണ്. ഞാൻ അങ്ങനെ എപ്പോഴും പറഞ്ഞു കൊടുക്കും, അനീമിയൊക്കെ ഉണ്ടാവാതിരിക്കും. കാൽഷ്യം, പ്രോട്ടീൻ, ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ല വിറ്റാമിൻ പോഷകസമൃദ്ധമായ ഗുണഗണങ്ങളൊക്കെ വിവരിച്ച് കൊടുത്തിട്ടൊന്നും കാര്യമില്ല ഇന്നത്തെ ജനറേഷന്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന വിഭവങ്ങളായാൽ മാത്രമാണ് അവർ കഴിക്കുള്ളൂ, നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും. അപ്പോൾ ഞാനങ്ങനെ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അവനും കൂടി ഉണ്ട് ഇവിടെ. അപ്പോൾ അവനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ. പക്ഷേ ഈ ചെവി കൂടെ കേട്ട് ആ ചെവി കൂടെ വിടുന്ന ഒരു ലക്ഷണം. അല്ലാണ്ട് ഇത് ഇടയ്ക്ക് വെച്ചാലൊന്നും കൂട്ടാറില്ല. അത് കാരണം ഞാൻ ഇപ്പോൾ നിർബന്ധിക്കാറുമില്ല. വേണമെങ്കിൽ കഴിക്കട്ടെ, നമ്മുടെ ഒരു സമയം അവർ പോലെ എത്തുമ്പോൾ അവർ കഴിച്ച് തുടങ്ങും. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ഇലയൊക്കെ പൊട്ടിച്ചങ്ങനെ അരിയാൻ ചെറുതാക്കി അരിയണം. അപ്പോൾ നമ്മുടെ സമയക്കുറവ് കാരണമൊക്കെ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഞാൻ അരിയുന്നത്. പിന്നെ നമ്മൾ കേരളീയർക്ക് എല്ലാവരും ഉണ്ടല്ലോ ഒരു തേങ്ങ. അപ്പോൾ ഇതിൽ തേങ്ങയും കൂടി ചിരകി അതിൽ കൂടി ഇട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ചിരകി, അപ്പോൾ ഇതിനൊരു കട്ടുണ്ടാവും, ചെറുതായിട്ടൊരു കനപ്പ്. ആ കനപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കാം. ചെറു വെള്ളം ഒഴിക്കണമെങ്കിൽ ഒഴിക്കുക, അല്ലെങ്കിൽ തന്നെ നന്നായി അമർത്തി പിഴിഞ്ഞാൽ കുറച്ച് നീര് പോയി കിട്ടും. അപ്പോൾ അതിൻ്റെ ആ ഒരു കനപ്പ് രസം ഒന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അതാണ് അതിൻ്റെ പോഷകാംശം. അങ്ങനെ അത് കളയുന്നതൊന്നും അത്ര നല്ലതല്ല. കയ്പ്പക്കായൊക്കെ പോലെ ആ കനപ്പാണ് രസം. എന്നാലും നമുക്ക് രുചി എല്ലാവരും നോക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇത്തിരി കനപ്പൊക്കെ ഒന്ന് പോവാൻ അതങ്ങനെ പിഴിഞ്ഞ് കളഞ്ഞു, അതിൻ്റെ കട്ടും ഒക്കെ പോവാൻ. എന്നിട്ട് പിന്നെ നമ്മൾ അവിയലിനൊക്കെ അരപ്പ് ഉണ്ടാക്കുന്ന പോലെ തന്നെ തേങ്ങയും പച്ചമുളകും ഉള്ളിയും ഒക്കെ ഇട്ട് ജീരകമൊക്കെ ഇട്ട് ഒരു അരപ്പ് അരച്ചു ഒത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് അതിൽ കൂടെ ഒന്ന് മിക്സാക്കി. അങ്ങനെ ചീഞ്ചട്ടിയിൽ നമ്മൾ ഉള്ളി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളകും കൂടി ഇതിൽ കൂടെ അരച്ചിട്ടുണ്ട് കേട്ടോ. അത് കാരണം പിന്നെ എരിവ് അതിൻ്റെ മാത്രം മതി. നമ്മൾ വേറെ ചുവന്നമുളകൊന്നും ഇടുന്നില്ല, പച്ചമുളക് മാത്രം ഇട്ടിട്ട് ആക്കുന്നു. അവിയൽ പോലെ തന്നെ തോരൻ വയ്ക്കാൻ അറിയാമല്ലോ. അപ്പോൾ ഇത്തിരി എണ്ണ ചൂടായപ്പോൾ ഇത്തിരി കടുക് ഇട്ട് അതിൽ നമ്മൾ പയറിൻ്റെ ഇലേനെ നമ്മൾ ആദ്യം വാട്ടിയെടുക്കുക. വാട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായി വാടി ആവണമെന്നില്ല കേട്ടോ. അങ്ങനെ നന്നായി വാടി അതിൻ്റെ പോഷകാംശങ്ങളും പോയി കിട്ടും. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു ഉലർത്തിയെടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ അതിനങ്ങനെ ഒന്ന് ആവിയമേ കുറച്ച് നേരം മൂടി വെച്ചിട്ട് ആവിയമേ ആക്കിയെടുക്കുക. അപ്പോൾ പിന്നെ നമ്മൾ നാളികേരം മിക്സാക്കി അതിനെ അങ്ങനെ ഒന്നും കൂടി ഒന്ന് ചുറ്റിച്ചെടുക്കുക ആവശ്യമുള്ളൂ. അപ്പോൾ ഒന്ന് ആയി വരാൻ ഇത്തിരി സമയം എടുക്കുമല്ലോ, നമ്മുടെ ഉള്ളിയല്ലേ, പിന്നെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവന് അതും വെച്ചിട്ട് ഒരു പോക്ക് പോയി. ഞാൻ ഇതൊക്കെ ആക്കാമെന്ന് പറഞ്ഞിരിക്കും. കാലത്ത് പറഞ്ഞ പോലെ എണീക്കാനും മടിയാണല്ലോ. അപ്പോൾ പിന്നെ എൻ്റെ ഒപ്പം സഹായത്തിന് നിൽക്കാതെ പോയി. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കേൾക്കാറുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള വിഭവം ആണെങ്കിൽ മാത്രം സഹായത്തിന് നിൽക്കുള്ളൂ. അപ്പോൾ ആദ്യത്തിന് അങ്ങനെ രക്ഷപ്പെട്ടു ഓടി. അപ്പോൾ ഇത് വീട്ടിലൊക്കെ ഉള്ളവർ ഇത് ഇടയ്ക്കൊക്കെ ചെയ്ത് നോക്കണം, നല്ലതാണ് കേട്ടോ. നമ്മളെ വീട്ടിലത്തെ ഉണ്ടാക്കുന്നത് പൂവിട്ടും കായിട്ടും ഒക്കെ കാണുമ്പോഴല്ലേ നമുക്കതൊരു രസം. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോഴും ഒക്കെ അല്ലേ. അപ്പോൾ ഞാൻ ഇവരോട് കഥകളൊക്കെ പറഞ്ഞ് കിന്നാരം പറഞ്ഞൊക്കെ ഇരിക്കുന്ന ഒരാളാണ്. ഇടയ്ക്കൊക്കെ എനിക്കൊരു ചെറിയ വട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തേ പൂക്കാത്തേ, എന്തേ കായ്ക്കാത്തേ എന്നൊക്കെ ചോദിക്കും. പഴുത്തിലകളോടൊക്കെ ഇങ്ങനെ കുശലം പറയും. അപ്പോൾ അധികം കൃഷി
കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കോഴികളുള്ള കാരണമൊക്കെ കൊത്തി തിന്നും. അത് കാരണം കൊണ്ട് അധികം കൃഷി നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ഉള്ള കുറച്ചൊക്കെ മുളകായാലും ഒന്നും കടയിൽ നിന്ന് വാങ്ങേണ്ടി വരാറില്ല. അപ്പം അങ്ങനെ അവനങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുക. പയറുണ്ടായ സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ഇട്ട് തരാം കേട്ടോ ഒരു ദിവസം. പയറും കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ട് മുകളിലാണ്, ടെറസിൻ്റെ മുകളിലാണ്. ഇത്തിരി വെയിൽ, ഭയങ്കര വെയിലാണ്. 2 നേരം നന്നായി നനയ്ക്കുക തന്നെ വേണം, എന്നാലാണ് അത് ശരിയാവുള്ളൂ. അല്ലെങ്കിൽ നന്നായി നമ്മളൊരു നേരമൊക്കെ ഒന്ന് നനയ്ക്കാണ്ടിരുന്നാൽ നന്നായി വാടിക്കരിഞ്ഞ് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഭയങ്കര വെള്ളത്തിൻ്റെയും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ വന്നു തുടങ്ങുന്ന ഒരു സമയമായി. അപ്പോൾ നനവ് കുറവാകുമ്പോൾ ഞാനിപ്പോൾ അധികം പച്ചക്കറികളിലേക്ക് അത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല. ഇത്തിരി കൂടിയും കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഗ്രോ ബാഗുകളൊക്കെ വാങ്ങിയിട്ടൊന്ന് സെറ്റാക്കണം. അപ്പോൾ അങ്ങനെ ഇതേ മുരിങ്ങയില എല്ലാം വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായി അങ്ങോട്ട് വാടി കുഴയണ്ട. അപ്പോൾ നമുക്ക് അതിൽ തേങ്ങയൊക്കെ ഇട്ട് അങ്ങനെ മിക്സാക്കി കൊടുക്കാൻ നടുക്കിലൊരു ഒരു കൊണ്ടൊക്കെ കുത്തിയതിൽ ഞാൻ തേങ്ങ ഇടുന്നുണ്ട്. തേങ്ങ ഇല്ലാത്തൊരു സംഭവം ഇല്ലല്ലോ. തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ നമുക്കതൊന്ന് ഉലർന്ന് കിട്ടും. അല്ലെങ്കിൽ കട്ട പിടിച്ച് ഇങ്ങനെ കൂടി കിടക്കുന്നതിനേക്കാൾ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ നമുക്കതൊരു ഉലച്ചിൽ വരും. ചീരയിലായാലും മുരിങ്ങയിലായാലും ഒക്കെ. അതുകൊണ്ട് ആ തേങ്ങ അതൊരു രസമാണ്. തേങ്ങ കടിക്കുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റ് വരും. അപ്പോൾ അങ്ങനെ ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് ആവി വരുത്തിയിട്ട് നമുക്കൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ അങ്ങനെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ചെയ്ത് നോക്കാം. വലിയ ഇഷ്ടപ്പെട്ട് നമ്മൾ ടേസ്റ്റോട് കൂടി കഴിക്കാമെന്നൊന്നും വിചാരിക്കാൻ പറ്റില്ല. പോഷക സമൃദ്ധമായതല്ലേ എന്ന് വിചാരിച്ച് നമ്മളത് കഴിക്കണം. അല്ലാതെ നമ്മൾ അതിൽ ചിക്കൻ കറി കഴിക്കണ ടേസ്റ്റൊന്നും പ്രതീക്ഷിച്ചിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വെറുതെ ആയാലും ഇപ്പോൾ TV കാണുമ്പോഴോ ഫോൺ കാണുമ്പോഴോ ഒക്കെ വെറുതെ ഇത്തിരി പ്ലേറ്റിലിട്ട് കൊണ്ടുവച്ച് വെറുതെ കഴിക്കാനായാലും, ഇപ്പോൾ കറി മറ്റേ ചോറിൻ്റെ ഒപ്പം വേറെ സംഭവങ്ങളുടെ ഒപ്പം ഒന്നും കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അങ്ങനെ വെറുതെ 4-5 വായെങ്കിലും വയറ്റിലായി അത്രയും നമുക്ക് നല്ലതാണല്ലോ. അത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല, ഉപ്പൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കി, ഉപ്പൊക്കെ ഉണ്ട്, ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ മോനെ വിളിച്ച് നോക്കി, അവന് ടേസ്റ്റ് ചെയ്യാൻ പോലും അവൻ കൂട്ടാക്കില്ല. അങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, പറയാന്നേ ഉള്ളൂ നമ്മൾ. അപ്പോൾ ഞാൻ അത് ഓഫ് ചെയ്യാണ്, മൂടി വയ്ക്കിട്ട് ഇത് ഓഫ് ചെയ്തു. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് ഇടാം. പ്ലേറ്റ് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതിനാ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ആ പ്ലേറ്റിലേക്ക് കുറച്ച് ഇടുകയാണ്, എനിക്ക് കഴിക്കാനുള്ളത് മാത്രം. ബാക്കി അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അപ്പോൾ കാണുമ്പോൾ തന്നെ ആ പ്ലേറ്റിൽ ഈ ഒരു പച്ചയും മഞ്ഞയും ഒക്കെ കൂടിയുള്ളൊരു കളറും വന്നപ്പോൾ തന്നെ അതിനൊരു പ്രത്യേക ഭംഗിയൊക്കെ വന്നതെന്ന് എനിക്ക് തോന്നണം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ഞാൻ ഇത്തിരി സബോള, എല്ലാവരും ഉണ്ടല്ലോ ഇപ്പോൾ ഇത്തിരി സബോള നുറുക്കിയിടുന്ന പണി. അപ്പോൾ സബോളയും വേപ്പിലൊക്കെ ഒന്ന് ഭംഗിയാവാൻ വെച്ചിട്ടുണ്ട്. അവനങ്ങനെ സുന്ദരകുട്ടപ്പനായിട്ടിരിക്കട്ടെ. അപ്പോൾ ഞാനത് കഴിക്കട്ടെ. അപ്പോൾ ഇത്തിരി ആരോഗ്യമൊക്കെ വയ്ക്കാൻ അല്ലേ. അപ്പോൾ നിങ്ങളും കഴിച്ച് നോക്കാം കേട്ടോ, ഉണ്ടാക്കി നോക്കാം, നല്ലതാണ്. വീട്ടിൽ വെറുതെ